വാഹനാപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം കൂടി കോഴിക്കോട് നിന്ന് വരുന്നു. താമരശ്ശേരി ഓടക്കുന്നിൽ വാഹനാപകടത്തിൽ ഒരു മരണം. ഏലത്തൂർ സ്വദേശി മുഹമ്മദ് മജ്ദൂദാണ് മരിച്ചത്. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഏതാണ്ട് 12ഓളം പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ KSRTC ഡ്രൈവർ ഈ ഇടിയുടെ ആഘാതത്തിൽ പുറത്തേക്ക് വീണുപോയി എങ്കിലും വീണ്ടും ബസ്സിലേക്ക് ഓടിക്കയറി ചെന്ന് ബസ് നിർത്തുകയായിരുന്നു. സാഹസികമായ ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് കൂടുതൽ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ളതുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ജീവൻ അവിടെ അപകടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടത്തിൽ ഒരു മരണം ഉണ്ട് എന്നത് ഏറെ ദുഃഖിപ്പിക്കുമ്പോഴും കൂടുതൽ പേർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയാം. ഇന്നലെ 11:30 കൂടിയാണ് താമരശ്ശേരി ഓടക്കുന്നിലെ ഈ KSRTC ബസ്സും ലോറിയും കാറും കൂട്ടിയിടിച്ച് 12 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് യാത്രക്കാരായ അബൂബക്കർ സിദ്ദീഖ്, ഷഫീർ, കൂടാതെ സാരമായി പരിക്കേറ്റവരുമുണ്ട്. ധന്യ, സിൽജ തുടങ്ങിയ ആളുകൾക്കൊക്കെ അത്തരത്തിൽ 12 പേർക്കാണ് പരിക്കേറ്റു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരെ വിവിധ സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാറിൽ പ്രധാനമായും 3 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ലോറിയിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതേറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനമായും താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ മാസത്തെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വാഹനാപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയിലടക്കം വലിയ രീതിയിൽ വാഹനാപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതിനൊക്കെ തന്നെയും അതായത് എന്താണ് ഈ അപകടത്തിന് കാരണമായത് എന്നതിന് വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട് എന്നത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ദേവിക.